പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് യോഗന്നാൻ ബേബി പാസ്റ്റർ ഭവനത്തിലാണ്. സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പ്രിയ കർത്തദാസിന് വേണ്ടിയിട്ട്. ബ്ലഡ് ക്യാൻസറാണ്. ആദിദാസിന് വേണ്ടി ഇട്ട വീഡിയോ അനുസരിച്ച് ലോകത്തിൻ്റെ വിധമായ ഭാഗങ്ങളിൽ നിന്ന് 5,21,000 രൂപ പ്രിയ കർത്തദാസിന് ചികിത്സയ്ക്ക് വേണ്ടി നൽകി. 1 രൂപ പോലും കയ്യിൽ ഇല്ലാതിരുന്ന സമയം സ്കാൻ ചെയ്യണമായിരുന്നു, ബ്ലഡ് ടെസ്റ്റ് നടത്തണമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആ ദേവദാസിനെ സഹായിച്ചത്. ഇപ്പോൾ ആ ദേവദാസനും ദേവദാസിയും ഒരു വാക്ക് സംസാരിക്കും. ദയവായിട്ട് കേൾക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷം തോന്നാൻ ഒരു കാര്യമുണ്ട്. ഞാൻ അന്ന് വന്നപ്പോൾ കണ്ട പാസ്റ്ററല്ല. ഇന്ന് ക്ഷീണമൊക്കെ മാറി. കാരണം കൃത്യമായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിലൂടെയൊക്കെ വന്നപ്പോൾ, ചികിത്സയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നപ്പോൾ പാസ്റ്ററുടെ ക്ഷീണമൊക്കെ മാറി. അന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു, സംസാരിക്കാൻ പോലും വയ്യാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇനി ഞാൻ പിന്നെ പാസ്റ്ററെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല. എന്തായാലും ശരി, വളരെ വളരെ സുഖം കാണുന്നു, വളരെ ആശ്വാസം കാണുന്നു, വളരെ ആരോഗ്യം മുഖത്ത് കാണുന്നു, ശരീരത്ത് കാണുന്നു. പക്ഷെ ഇപ്പോൾ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പാസ്റ്ററുടെ കാലിന് ചെറിയ ഒരു ഇപ്പം ഷുഗർ കൊണ്ടായിരിക്കാം കാലിന് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ചെറിയൊരു പഴുപ്പ് കയറുന്നത് പോലെ ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ജാൻസി, പാസ്റ്ററുടെ വൈഫ്. ജാൻസിയുടെ അക്കൗണ്ടിലേക്കാണ് പ്രിയമുള്ളൊരു പൈസ അയച്ചു കൊടുത്തത്. ജാൻസി സംസാരിച്ചോളൂ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഈ സാഹചര്യം എല്ലാവരും മനസ്സിലാക്കി ഞങ്ങൾ ആഗ്രഹിച്ചതിന് നിലച്ചിലുപരി ഞങ്ങളെ സ്നേഹിച്ചു തോർത്ത് ദൈവത്തിനും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും നന്ദി കരയറ്റുകയാണ്. ഞങ്ങളെ ഈ സാഹചര്യത്തിൽ പാസ്റ്റർക്ക് ഭയങ്കര കൂടുതലായി വന്നു. സാമ്പത്തിക ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഇതിനു മുൻപ് ഞങ്ങളെ സഹായിച്ചവരാ എല്ലാവരും. എന്നാൽ അതൊക്കെ 3 വർഷത്തെ ചികിത്സയായിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ സാമ്പത്തികം എല്ലാം തീർന്നു പോയിരുന്നു. അപ്പോഴാണ് ദൈവദാസൻ വീണ്ടും ഞങ്ങളുടെ അരികിൽ വന്ന് ഞങ്ങൾ വിളിച്ചറിയിച്ചു. ദൈവദാസനെ, പാസ്റ്റർ സജി പാസ്റ്ററിനെ ഞങ്ങൾ വിളിച്ചറിയിച്ചു. പാസ്റ്ററെ, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചപ്പോൾ പാസ്റ്റർ വീണ്ടും ഞങ്ങളുടെ അരികിൽ വന്ന് ഞങ്ങളുടെ വീഡിയോ എടുക്കുകയും ഞങ്ങളെ അതുപോലെ പ്രിയപ്പെട്ടവരെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്ത പ്രകാരം എല്ലാവരും ഞങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിച്ചതോർത്ത് ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദി പറയുകയാണ്. ഇനിയും ഞങ്ങൾക്ക് വീണ്ടും ആവശ്യങ്ങൾ ധാരാളമാണ്. അതെല്ലാം ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ദൈവമക്കളുടെ കൈത്താങ്ങും സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെയും ഇനിയും ധാരാളം ഞങ്ങൾക്ക് മുന്നിൽ കിടക്കുന്നുണ്ട്. ഒക്കെ ദൈവം ഒരു വഴിയൊരുക്കുമെന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവരോടും പ്രാർത്ഥന വിശേഷം ഞങ്ങൾ ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവം ഓരോ വഴികൾ ഒരുക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇതുവരെയും ഞങ്ങളെ ദൈവം നടത്തിയത്. അനേകരുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. ഇനിയും ഞങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നു. അത് പ്രകാരം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. തലമുറയായി അനുഗ്രഹിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും. നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട് മൊത്തം? ഇപ്പം 5,21,000 രൂപ കിട്ടിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വളരെയധികം ഭാരത്തിലായിരുന്നു. കാരണം പാസ്റ്റർക്ക് വളരെ കൂടുതലായി. അപ്പോൾ ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ എന്നോർത്ത്. അപ്പോൾ ഞങ്ങളുടെ പ്രയറിന് വേണ്ടി വിളിക്കുന്ന ഒരു സഹോദരിയുണ്ട്, ഒരു ടീച്ചറാണ്. അവർ ഞങ്ങളുടെ കഷ്ടങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവരുടെ ഗോൾഡ് പണയം വെച്ച് ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ അതൊരു വലിയ എമൗണ്ടാണ്. 2 ലക്ഷത്തിന് മീതെ വരും അത് എടുത്തു കൊടുക്കാൻ. അതിപ്പോൾ ഞങ്ങൾ കിട്ടിയ സാമ്പത്തികം നിന്ന് വേണം ഞങ്ങൾക്ക് അതെടുത്ത് കൊടുക്കാൻ. അതുപോലെ കുഞ്ഞുങ്ങളും ചെറിയ ലോണുകളൊക്കെ എടുത്ത് മക്കൾ അവരും ഞങ്ങളെ സഹായിച്ചു. അങ്ങനെയാണ് പാസ്റ്ററുടെ ചികിത്സ. കുഞ്ഞുങ്ങളുടെ നമുക്കെടുത്ത ലോണിനുള്ള പൈസ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ആ സ്വർണം നമുക്കെടുത്ത് സഹായിച്ചില്ല, അവരുടെ എടുത്ത് കൊടുക്കണം. അത് മറ്റൊരാളുടെ അല്ലേ. ഇതാകുമ്പോൾ നമ്മുടെ മക്കളാകുമ്പോൾ അവർ കൊടുക്കുന്നുണ്ട്. അവർ ചെറിയ എമൗണ്ടായിട്ട് അടച്ചു വിടുന്നുണ്ട്. പിന്നെ അവരുടെ നമുക്ക് സമാധാനം പറയാം. മക്കളെ പതുക്കെ തരാമെന്ന് പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും അവർ ചെയ്തു. അവർക്ക് കടം ഇടിയിട്ടില്ല, അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കടം ഇട്ടിക്കൊണ്ടിരിക്കുന്നു.
പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ്. കാരണം അത് വേറൊരാളുടെ അല്ലേ. അപ്പം അത് മാത്രമല്ല നമ്മളെ വിശ്വസിച്ച് തന്നതാണ്. വിശ്വസിച്ച് തന്നു. നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ അതും കൂടെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് വേറൊരു മാർഗ്ഗം അതിനകത്തില്ലായിരുന്നു. അത് എടുത്തു കൊടുക്കാനൊരു മാർഗം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ വീഡിയോ ഇടാനുള്ളൊരു കാരണം കൂടെ അതാണ്. അപ്പോൾ അവരുടെ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വിടുതൽ കൊടുത്തതിൻ്റെ ഒരു സന്തോഷമാണ് ആ ടീച്ചർ ഞങ്ങളോട് കാണിച്ചത്. പക്ഷെ വലിയ എമൗണ്ടാണ് അവർ തന്നത്. അത് നമുക്ക് തിരിച്ച് തീർച്ചയായിട്ടും കൊടുക്കും. ഉള്ളവരെ നമ്മൾ അന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ വലിയൊരു പ്രയാസമായിരുന്നു. കാരണം ഈ സ്വർണം എടുത്തു കൊടുക്കണമായിരുന്നു. എന്നിട്ട് പാസ്റ്റർക്ക് ഞാൻ പറഞ്ഞ പോലെ സ്കാനിങ്ങിനോ ബ്ലഡ് ടെസ്റ്റിങ്ങിനോ ഇപ്പോൾ RCCയിലാണ്, തിരുവനന്തപുരം RCCയിലാണ് പോകുന്നത്. ഒരു സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ വളരെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും ഒരു പൈസ പോലും ഇല്ലാതെ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ വളരെ വേദനിച്ച ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ബയോപ്സി റിപ്പോർട്ട് രണ്ടാമത് കിട്ടിയോ? ഇപ്പം ബയോപ്സി ഇപ്പൊ ചെയ്യും. ഇനി 2-ാം തീയതി 4-ാം തീയതി ചെന്നിട്ട് അവര് ഇനിയാണ് ബയോപ്സികൾ ചെയ്യുന്നല്ലേ. എന്തായാലും ധൈര്യത്തോടുകൂടി പോകാം. ഇനിയിപ്പോൾ സ്വർണ്ണം എടുത്തു കൊടുത്താലും പിന്നെ അധികം പൈസ ഒന്നും ബാലൻസ് ഇല്ല എനിക്ക് പോലും. എന്തായാലും ശരിയാ, സ്വർണ്ണം എടുത്തു കൊടുക്കാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ ഒരു വായ്പ വാങ്ങിച്ച പൈസ നമുക്ക് കൊടുക്കാനും ഇതുവരെയുള്ള ഇനിയിപ്പോൾ സ്കാൻ ചെയ്യാനും ഒക്കെ. ഏതായാലും ഈ ക്യാൻസർ രോഗം എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ ഒരു തുടർ സാമ്പത്തികമായിട്ട് വരുന്ന ഒന്നാണ്. പ്രിയമുള്ളവർ, നിങ്ങളൊക്കെ സഹായിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷവും നന്ദിയുണ്ട് കേട്ടോ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാറ്റിനായിട്ട് നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലെയുള്ള പാവപ്പെട്ട ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ RCC എന്ന് പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനമാണ്. എങ്കിൽ പോലും നമുക്ക് വലിയൊരു ചിലവ് അതിനകത്ത് വരുന്നുണ്ട്. കാരണം മരുന്ന് വെളിയൊന്ന് വാങ്ങിക്കണം, സ്കാനിങ്, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റൊക്കെ വെളിയിലേക്ക് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അതിനൊക്കെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, വലിയൊരു ചിലവാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 5,21,000 തന്നെ ഒരു വലിയൊരു പൈസ അതിൽ നിന്ന് ചിലവായിട്ടുണ്ട്. ഈ ചികിത്സയ്ക്ക് വേണ്ടിയും ഈ പോകുന്നതിന് വേണ്ടിയൊക്കെ. ഇനി അതും എടുത്തു കൊടുക്കുമ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ട്. എന്നാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും തീർച്ചയായിട്ടും. പിന്നെ സഹായിച്ചവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരുടെ ഇല്ലായ്മകളിൽ നിന്ന് നിങ്ങളെ സഹായിച്ചതാണ്. നമ്മളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് നിങ്ങളെ ഒന്നും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ സഹായിച്ചവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ജോലി ലഭിക്കാൻ, അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ, അവരുടെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുവാൻ, അവരുടെ യാത്രകളിൽ അവരെ സംരക്ഷിക്കുവാനൊക്കെ ദേവദാസിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ആമീൻ.